എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് ഒക്കെ മനസ്സിലായി. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നല്ല ഒരു കാര്യം പഠിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് കുട്ടികളൊക്കെ ഡൗട്ട്സ് ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ടൈപ്പ് ചെയ്യുന്നതെന്ന്. അപ്പൊ അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ നമുക്കത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, പ്രയാസമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് MS വേർഡിൽ ഫ്രാക്ഷൻസ് ടൈപ്പ് ചെയ്യാമെന്ന് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചിട്ട് വരാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കേണ്ട വളരെ നല്ല ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേര് കുട്ടികളും ഒക്കെ കുറച്ച് പ്രയാസമാണ് അല്ലെങ്കിൽ ചെയ്യാൻ പാടാണ് എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് നല്ല എളുപ്പത്തിൽ നമ്മുടെ ക്ലാസ്സിലൂടെ ഇന്ന് പഠിച്ചെടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യേണ്ട സാഹചര്യത്തിൽ, അതായത് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് ആരുടെ സഹായം ഒന്നും തേടേണ്ട, നമുക്ക് തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു ഫ്രാക്ഷൻസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ കാണുന്ന പോലെ മെത്തേഡ് 1, 2, 3 മൂന്ന് തരത്തിലുള്ള ഫ്രാക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് 1, അതായത് 1/3 എന്ന് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ടേബിൾസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ഒരു പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങള് ഫ്രാക്ഷൻസ് ഇക്വേഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിലും എല്ലാം അതിനുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ്. ഇപ്പൊ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടാബുകൾ കാണാം. ഹോം ടാബ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസേർട്ട് ഉണ്ട്, ഡ്രോ ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ലേഔട്ട് ഉണ്ട്, അങ്ങനെ നിരവധി ടാബുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബാണ്. അപ്പൊ ആ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇങ്ങനെ മൗസ് മൂവ് ചെയ്തിട്ട് ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ആ ഒരു ടാബിന്റെ അവിടോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ട് പോയിന്റ് ചെയ്യുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി, ആ ഒരു ആൽഫബറ്റ് ഉള്ളതിന്റെ എവിടെയെങ്കിലും പോയിന്റ് ചെയ്ത് വെച്ചാൽ മതി. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഐയുടെ അവിടെ വെച്ചു, അപ്പൊ നിങ്ങളും അവിടെ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സിസ്റ്റമാണ്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒന്നെങ്കിൽ I അല്ലെങ്കിൽ N അല്ലെങ്കിൽ S, അങ്ങനെ ആ ആൽഫബറ്റ് ഉള്ളതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് ആ ഒരു ടാബിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടച്ച് പാഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് സെലക്ട് ആകും. അപ്പം ആ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലുള്ള ഗ്രൂപ്പുകളെല്ലാം നമുക്ക് ഇങ്ങനെ താഴെ കാണാനായിട്ട് സാധിക്കും. അതായത് പേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഒന്നാമത്തത്, രണ്ടാമത് നോക്കുവാണെങ്കിൽ ടേബിൾസ്, മൂന്നാമത് നോക്കുവാണെങ്കിൽ ഇല്യൂസ്ട്രേഷൻസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കി വരുമ്പോഴും ഏറ്റവും അവസാനത്തെ ഒരു ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ സിമ്പിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവിടെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് കൊണ്ടൊന്ന് വെക്കുക. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആണ്. ആ ഇക്വേഷൻസിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ബോക്സ് പോലെ അതിന്റെ ചുറ്റും വരും. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ആ ഒരു ബോക്സ് പോലെ കാണുന്നതിന്റെ എവിടെയെങ്കിലും ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് ഇക്വേഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ടൈപ്പ് ഇക്വേഷൻ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം, ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം, നമുക്ക് വേണ്ടത് ഈ മെത്തേഡ് 1ൽ കാണുന്ന പോലെ 1/3 എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം നമ്പർ 1 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ നോക്കുവാണെങ്കിൽ ഫോർവേഡ് സ്ലാഷ് കാണാനായിട്ട് പറ്റും. അതായത് ഈ രണ്ടാമത് മെത്തേഡ് 2ൽ കാണുന്ന പോലെ ഒരു ചരിഞ്ഞ വര, അത് അതിന് പറയുന്ന പേരാണ് ഫോർവേഡ് സ്ലാഷ്. അപ്പൊ ഫോർവേഡ് സ്ലാഷിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഈ ഫോർവേഡ് സ്ലാഷ് ഒന്ന് നമ്മുടെ കീബോർഡിൽ റൈറ്റ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം ഈ മെത്തേഡ് 2ൽ കാണുന്ന പോലെ ചരിഞ്ഞ ഒരു വര, ദാറ്റ് ഈസ് സ്ലാഷ്. അപ്പൊ ആ ഒരു സ്ലാഷിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം 1/3 അല്ലെങ്കിൽ 1/4, നമുക്ക് ഏതാണോ താഴെ വേണ്ടത് ആ ഒരു നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും 1/5, അതായത് ചരിഞ്ഞിരുന്ന സ്ലാഷ് മാറി നേരെയുള്ള വരയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 1/5 എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് ചെയ്യാൻ വലുപ്പം ഒന്ന് കൂട്ടിയിട്ട് കാണിക്കാം. ചെറുതായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വിസിബിൾ അല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ 1/5 എന്ന് ടൈപ്പ് ചെയ്തു. സിമ്പിൾ ആണ്, ഒന്നുകൂടെ കാണിച്ചു തരാം.
നമുക്ക് ഈ ഒരു മെത്തേഡ് 1-ൽ കാണുന്ന പോലെ ഈ ഒരു ഫ്രാക്ഷൻ ടൈപ്പ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ടാബിലെ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പായ ഇക്വേഷൻസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പം സ്ക്രീനിൽ നമുക്ക് ടൈപ്പ് ഇക്വേഷൻ ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട ഫ്രാക്ഷൻ 1 ടൈപ്പ് ചെയ്യുക. ഇനി 1/5 അല്ലെങ്കിൽ 6, 7 നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ ഇനി ആ ഒരു ഫസ്റ്റ് നമ്പർ കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത് ഫോർവേഡ് സ്ലാഷ് ആണ്. ചരിഞ്ഞിരിക്കുന്ന ഒരു വര, അതിന് നമ്മൾ സ്ലാഷ് എന്ന് പറയും. അപ്പൊ ആ ഫോർവേഡ് സ്ലാഷ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ട രണ്ടാമത്തെ നമ്പർ ഏതാണോ വെച്ചാൽ ആ നമ്പർ കൊടുക്കുക. അപ്പൊ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഫോർവേഡ് സ്ലാഷ്, അതായത് ചരിഞ്ഞിരിക്കുന്ന ആ ഒരു സ്ലാഷ് മാറിയിട്ട് അവിടെ നേരെയുള്ള വരയായിട്ട് വന്നു. അതായത് 1/8 എന്ന് വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് 1-ൽ കാണുന്നത് പോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫ്രാക്ഷൻസ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഈ ചെയ്ത പോലെ തന്നെ ഉള്ളൂ നമ്മൾ ബാക്കി ചെയ്യുന്ന കാര്യങ്ങളും. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനിയിപ്പോ പറയാൻ പോകുന്നത് മെത്തേഡ് 2 ആണ്. മെത്തേഡ് 2-ൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1/3 എന്നാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിക്കോട്ടെ. പക്ഷെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചരിഞ്ഞ വര തന്നെയാണ്, അതായത് ഫോർവേഡ് സ്ലാഷ് തന്നെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് 1 അതുപോലെ തന്നെ ഫോർവേഡ് സ്ലാഷ് നമുക്ക് വേണ്ട നമ്പർ കൊടുത്തു. പക്ഷെ അത് കാണാൻ നമുക്കൊരു നീറ്റ്നെസ് ഒന്നുമില്ല, അത്രയ്ക്ക് ഫ്രാക്ഷൻ ആയിട്ടൊന്നും അത് തോന്നുന്നില്ല. അപ്പൊ അത് എങ്ങനെ നമുക്ക് രണ്ടാമത് മെത്തേഡ് 2-ൽ കാണുന്നത് പോലെ ആക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ്. നേരത്തെ ചെയ്ത അതേ കാര്യം, ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലോട്ട് മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസേർട്ടിലുള്ള ഗ്രൂപ്പുകളെല്ലാം കാണാം. അതിലെ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പായ ഇക്വേഷൻസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ നേരത്തെ കണ്ട പോലെ തന്നെ ടൈപ്പ് ഇക്വേഷൻ ഹിയർ എന്ന് വരും. അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ടാബ് കൂടെ വരും. അതായത് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് കൂടെ വരും. ആ ഇക്വേഷൻ എന്ന് പറയുന്ന ടാബ് ഏറ്റവും മുകളിൽ കാണുന്നതിലെ ടാബ് സെലക്ട് ചെയ്യണം. ആ ഇക്വേഷൻ എന്ന് പറയുന്നതിലോട്ട് ഇങ്ങനെ മൗസ് എവിടെയെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സിമ്പിൾസും കുറെ കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് ഇവിടെ കാണാനായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഇതിന്റെ താഴെ ഒരു ഡൗൺ ആരോ ഉണ്ട്, അതായത് ഡ്രോപ്പ് ഡൗൺ ആരോ എന്ന് പറയും. അതായത് അതിനകത്ത് ഒരുപാട് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതിനകത്ത് പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. അപ്പൊ അത് നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു ആരോയിലോട്ട് മൗസ് കൊണ്ടുവെക്കണം. ആരോയിലോട്ട് മൗസ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കാണാം പലതരത്തിലുള്ള ഫ്രാക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ പടം കാണിച്ചതുപോലെ ഇരിക്കും നമ്മൾ ഇത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയപ്പം കാണാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്, അതായത് ചരിഞ്ഞ വര. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം ഒരു ബോക്സ്, ഒരു ബോക്സ് മുകളിലും അത് കഴിഞ്ഞ് സ്ലാഷ് ഫോർവേഡ് സ്ലാഷ് അതിന്റെ താഴെ വേറൊരു ബോക്സ്. അപ്പൊ 2 ബോക്സ് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, മുകളിലത്തെ നമ്പർ വരാൻ വേണ്ടി മുകളിലത്തെ ബോക്സിലോട്ടൊന്ന് മൗസ് പോയിന്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് മൗസ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മുകളിലത്തെ ബോക്സ് സെലക്ട് ആയി വരും. അപ്പൊ അവിടോട്ട് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് താഴത്തെ നമ്പറില്, അതായത് ഈ താഴത്തെ ബോക്സിലോട്ട് മൗസ് കൊണ്ട് ഇങ്ങനെ പോയിന്റ് ചെയ്യുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ താഴത്തെ ബോക്സും സെലക്ട് ആയി വരും. ഇനി അവിടെ നമുക്ക് ഏത് നമ്പർ ആണോ വേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതങ്ങോട്ട് ഫിക്സ് ആകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഇതിന്റെ വെളിയിലോട്ട് വരും. നമുക്കത് നീറ്റായിട്ട് കാണാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ മൗസ് ഇതിന്റെ വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്റർ കീ പ്രസ് ചെയ്തില്ലേലും ജസ്റ്റ് ഇതിന്റെ വെളിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം, പ്രയാസമൊന്നുമില്ല. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. നമ്മൾ ഈ രണ്ടാമത് കണ്ട മെത്തേഡ് 1/3 പോലെ,
അതായത് സ്ലാഷ് ഇട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യുക, അതിൽ നിന്നും ഇക്വേഷൻസ് എടുക്കുക. ഇക്വേഷൻസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ എക്സ്ട്രാ ഒരു ടാബ് വരും, ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് ഇക്വേഷൻ, മുകളിൽ അഡീഷണൽ ഒരു ടാബ് വന്ന് ഇക്വേഷൻ, അത് സെലക്ട് ചെയ്തു. അതിൽ നിന്നും ഫ്രാക്ഷൻസിന്റെ താഴെയുള്ള ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ബോക്സ് വന്നു, നടുക്കൊരു സ്ലാഷ് വന്നു. ഒന്നാമത്തെ ബോക്സിൽ, അതായത് മുകളിലത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വേണ്ട നമ്പർ ടൈപ്പ് ചെയ്തു. താഴത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെയും വേണ്ട നമ്പർ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇതിന്റെ വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ മെത്തേഡാണ്. അപ്പൊ മൂന്നാമത്തെ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാല് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, മുകളിൽ 1/2 എന്ന് കൊടുത്തിട്ടുണ്ട്, താഴെ by4 എന്നാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ഇൻ ഫ്രാക്ഷൻ കൊടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ ചെയ്ത പോലൊക്കെ തന്നെയാണ്, പ്രയാസമൊന്നുമില്ല. നമുക്ക് എവിടെയാണോ ആ ഒരു ഫ്രാക്ഷൻ വേണ്ടത് ആ സ്ഥലം ആദ്യം ഒന്ന് ചൂസ് ചെയ്യണം, എവിടെയാണ് നമുക്കത് വേണ്ടതെന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെയാണ് ക്ലിക്ക് ചെയ്തത്. അപ്പൊ ഇനി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും ആ ഒരു ഫ്രാക്ഷൻ വരുന്നത്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക. ഇൻസേർട്ടിൽ നിന്നും ഇക്വേഷൻസ് എടുക്കുക. ഇക്വേഷൻസ് എടുത്തു കഴിയുമ്പോൾ മുകളിൽ എക്സ്ട്രാ ഒരു ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സിസ്റ്റം വിൻഡോസ് 11 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ മുകളിൽ ഇക്വേഷൻ എന്ന് പറയുന്ന ടാബ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ പഴയ സിസ്റ്റം ആണെങ്കിൽ ഇക്വേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഫ്രാക്ഷൻസ് എന്ന് ഡയറക്റ്റ് കാണാം. അപ്പൊ ഇതിൽ നിന്നും ഇക്വേഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതിന്റെ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ഈ ഒരു സ്റ്റാക്ക്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഫസ്റ്റ് വൺ സ്റ്റാക്ക്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന അതിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നത് മുകളിൽ ഒരു ബോക്സ് ഉണ്ട്, നടുക്കൂടെ ഒരു വര, ദെൻ താഴെ ഒരു ബോക്സ്. നമുക്ക് ഈ ഒരു ഫോർമാറ്റ് അല്ല വേണ്ടത്. മെത്തേഡ് 3യിൽ കാണുന്ന പോലെ 1/2 ദെൻ by4 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ മുകളിലത്തെ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മുകളിൽ ഒരു ബോക്സ്, നടുക്കൊരു വര, താഴെ ഒരു ബോക്സ് വന്നു. അപ്പൊ അതിനകത്ത് മുകളിലത്തെ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മുകളിലത്തെ ബോക്സ് സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻസേർട്ട് ടാബിലെ ഇക്വേഷൻസ് എടുത്തു കഴിയുമ്പോൾ മുകളിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്ന ടാബ് വീണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലെ ഫ്രാക്ഷൻസ് എടുക്കുക. ഫ്രാക്ഷൻസിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഫോർവേഡ് സ്ലാഷ് ഉള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് കാണാം മുകളിൽ ആ ഒരു ഫ്രാക്ഷനും വന്നിട്ടുണ്ട്, താഴെ ഒരെണ്ണവും വന്നിട്ടുണ്ട്. ഇനിയും ഏറ്റവും മുകളിലത്തെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട നമ്പർ ടൈപ്പ് ചെയ്യുക. താഴത്തെ ബോക്സിലും ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട നമ്പർ ടൈപ്പ് ചെയ്യുക. ഇനി ഏറ്റവും അവസാനം ഏറ്റവും താഴത്തെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട നമ്പർ ടൈപ്പ് ചെയ്യുക. ഇനി അതൊന്ന് ഫിക്സ് ആകാനായിട്ട് ഈ സ്ക്രീനിന്റെ വെളിയിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ മെത്തേഡ് 3യിൽ കണ്ടതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് പ്രയാസമൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന 3 മെത്തേഡും ജസ്റ്റ് ക്ലാസ് ഒന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ പറഞ്ഞ മൂന്നാമത്തെ മെത്തേഡ് ഒന്നും കൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്തു. അതിൽ നിന്നും ഇക്വേഷൻസ് എടുത്തു. ഇക്വേഷനിൽ നിന്നും മുകളിൽ കാണുന്ന ഇക്വേഷൻ എടുത്തു. അതിൽ നിന്നും ഫ്രാക്ഷൻ എടുത്തു. ഒന്നാമത്തെ ഫ്രാക്ഷൻ സെലക്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് മുകളിൽ ഒരു ബോക്സ്, നടുക്കൊരു വര, താഴെ ഒരു ബോക്സ്. അതിലെ മുകളിലത്തെ ബോക്സ് സെലക്ട് ചെയ്യുക. അതായത് മുകളിലത്തെ ബോക്സിലോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മുകളിലത്തെ ബോക്സ് സെലക്ട് ആയി അതിനൊരു കളർ വരും. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ലൈറ്റ് ആയിട്ട് ഒരു ആഷ് കളറാണ്, അതുകൊണ്ടാണ് സ്ക്രീനിൽ പെട്ടെന്ന് കാണാത്തത്. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു ബ്ലൂ കളർ ഒക്കെ ആയിട്ട് കാണാം. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സെലക്ട് ആകുന്നത്. എന്നിട്ട് ഇക്വേഷൻസ് ഏറ്റവും മുകളിൽ കിടക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ വന്നിരിക്കുന്ന ആ ഹെൽപ്പ് കഴിഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. ഫ്രാക്ഷനിൽ നിന്നും രണ്ടാമത്തെ ഫ്രാക്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാം മുകളിൽ വേറൊരു ഫ്രാക്ഷൻ, താഴെ വേറൊരു ബോക്സ് മാത്രം. അപ്പൊ ഇനി ഏറ്റവും മുകളിലത്തെ ബോക്സ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന്റെ താഴത്തെ ബോക്സ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട നമ്പർ ടൈപ്പ് ചെയ്യുക. ഇനി ഏറ്റവും താഴത്തെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള നമ്പർ ടൈപ്പ് ചെയ്യുക.
എന്നിട്ട് ഇത് മാറാനായിട്ട് ഈ സ്ക്രീനിന്റെ എവിടെയെങ്കിലും ഒന്ന് വെളിയിൽ മൗസ് വെക്കോ, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് 3യിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫ്രാക്ഷൻ ഇൻ ഫ്രാക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 3 മെത്തേഡും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഒരുപാട് യൂസ്ഫുൾ ആണ്. മാത്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് അത്യാവശ്യമാണ്. അപ്പൊ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ, എളുപ്പമായോ എന്നിവിടെ പറയുക. ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കണ്ട. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും